നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേന്ദ്ര സർക്കാരിന്റെ വന്ദേ ഭാരത് മിഷന്റെ മൂന്നാം ഘട്ടത്തിലുള്ള വിമാന ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു. ഇന്നലെ വൈകിട്ട് 5 മണിക്കാണ് തുടങ്ങിയത്. ഈ ബുക്കിംഗ് പ്രകാരം 3 മണിക്കൂറിനുള്ളിൽ 22,000 ടിക്കറ്റുകളാണ് ബുക്ക് ചെയ്യപ്പെട്ടത്. ഇന്നു മുതൽ ജൂൺ 23-ാം തീയതി വരെയാണ് കേരളത്തിലേക്ക് വന്ദേ ഭാരതിന്റെ മൂന്നാം ഘട്ട വിമാന സർവീസുകൾ നടത്തുക. വന്ദേ ഭാരത് ദൗത്യത്തിന്റെ മൂന്നാം ഘട്ടത്തിൽ 31 രാജ്യങ്ങളിൽ നിന്നായി 38,000 ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. 337 വിമാനങ്ങളാണ് മൂന്നാം ഘട്ടത്തിൽ ഉപയോഗിക്കുക. അമേരിക്കയിൽ നിന്ന് 54, കാനഡയിൽ നിന്ന് 24, 6 ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നായി 11 വിമാനങ്ങൾ എന്നിവയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. മെയ് 7-ാം തീയതി ആരംഭിച്ച വന്ദേ ഭാരത് ദൗത്യത്തിലൂടെ ഇതുവരെ 454 വിമാന സർവീസുകളായി 1,07,123 ആൾക്കാരെ നാട്ടിലെത്തിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇതിൽ 17,485 പേർ കുടിയേറ്റ തൊഴിലാളികളാണ്. 11,511 പേർ വിദ്യാർത്ഥികളും 8,633 പേർ പ്രൊഫഷണലുകളുമാണ്. കരമാർഗം 32,000 ഇന്ത്യക്കാർ എത്തുകയും ചെയ്തു. ഇന്ത്യയിലേക്ക് മടങ്ങാനായി ഇതുവരെ 3,48,565 പേരാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങൾക്ക് പുറമെ അമേരിക്ക, ബ്രിട്ടൻ, കാനഡ, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നായി 300 വിമാന സർവീസുകളാണ് എയർ ഇന്ത്യ മൂന്നാം ഘട്ടത്തിൽ നടത്തുന്നത്. കൊച്ചിയിലേക്ക് മാത്രം 17 വിമാനങ്ങൾ ഉണ്ട്. ഈജിപ്ത്, ഫിലിപ്പീൻസ്, ജിബൂട്ടി, വിയറ്റ്നാം, യുക്രൈൻ, മാൾട്ട, ബ്രിട്ടൻ, ദുബായ്, കുവൈറ്റ്, ദോഹ തുടങ്ങിയ എന്നീ രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് കൂടുതൽ വിമാനങ്ങൾ എത്തുമെന്നും അറിയുന്നു. മുംബൈ, ചെന്നൈ, ഡൽഹി എന്നീ വിമാനത്താവളങ്ങൾ വഴിയാണ് കേരളത്തിലേക്ക് കൂടുതൽ വിമാന സർവീസുകൾ എത്തുന്നത്. ജൂൺ 30 വരെയുള്ള കാലയളവിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് 113 ആഭ്യന്തര സർവീസുകൾ ഉണ്ടാകുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. മൂന്നാം ഘട്ടം പൂർത്തിയാകുമ്പോഴേക്കും നാട്ടിലേക്ക് എത്താനാകാത്ത നിരവധി പ്രവാസികൾ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഇവർ ഇനിയും വിദേശ രാജ്യങ്ങളിൽ തന്നെ കഴിയേണ്ടി വരുമെന്നും അറിയുന്നു. മൂന്നാം ഘട്ടം ഈ മാസത്തോടെ പൂർത്തിയാവുകയാണ്. അപ്പോൾ ഇന്ത്യയിലേക്ക് തിരികെ എത്തുന്നത് രജിസ്റ്റർ ചെയ്തതിൽ വെറും 41% പ്രവാസികൾ മാത്രമാണെന്നുള്ളതാണ് വാസ്തവം. കോവിഡ് ഭീഷണി നേരിടുന്ന വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിയവരെ തിരികെ എത്തിക്കാനുള്ള ദൗത്യം കഴിഞ്ഞ 7-ാം തീയതിയാണ് കേന്ദ്ര സർക്കാർ തുടങ്ങിയത്. ഇതിനോടകം പൂർത്തിയായ 2 ഘട്ടങ്ങളിലായി നിരവധി പേർ ഇന്ത്യയിൽ എത്തിയിട്ടുമുണ്ട്. ചാർട്ടേഡ് വിമാനങ്ങളുടെ വലിയ നിരക്കും കൂടുതൽ സ്വകാര്യ വിമാനങ്ങളെ ദൗത്യത്തിന്റെ ഭാഗമാക്കാത്തതും നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന പലരുടെയും മടക്കത്തിന് തടസ്സമാവുകയാണ്. അതേസമയം പദ്ധതിയുടെ 4-ാം ഘട്ടത്തെക്കുറിച്ചാവട്ടെ കേന്ദ്രം ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല. രജിസ്റ്റർ ചെയ്ത് നാളുകൾ കാത്തിരുന്നിട്ടും ഇനിയും നിരവധി പേർക്ക് നാട്ടിലെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. എംബസിയിൽ നിന്നുള്ള വിളി ഇന്ന് വരും അല്ലെങ്കിൽ നാളെ വരുമെന്ന പ്രതീക്ഷയിൽ കഴിയുന്നവർ അനവധിയാണ്. അടിയന്തര ആവശ്യം പോലും അറിയിച്ചിട്ടും പ്രതികരണമില്ല എന്ന് തന്നെയാണ് പ്രവാസികൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.